നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. 4 നാൾ നീണ്ട കണ്ണീരും പ്രാർത്ഥനകളും വിഫലമായി. ചിക്കമംഗ്ലൂരിലെ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപം കാണാതായ പാലക്കാട് കടമ്പുഴിപ്പുറം സ്വദേശിനി ശ്രീനന്ദയുടെ മൃതദേഹം 1500 അടി താഴ്ചയുള്ള അഗാധമായ കൊക്കയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. അത് ശ്രീനന്ദയുടെ മൃതദേഹം തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പം നിമിഷങ്ങൾക്ക് മുമ്പാണ് ഈ വാർത്തകൾ വന്നത്. ഇന്ന് രാവിലെ കൂടി നമ്മൾ ഈ വാർത്ത കൊടുത്തതാണ്. ശ്രീനന്ദയെ കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള പല ദുരൂഹമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മളിന്ന് വാർത്ത നൽകിയിരുന്നു. പക്ഷേ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, 1% പ്രതീക്ഷയുണ്ടായിരുന്നു. ആ കുട്ടിയെ ജീവനോടെ തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ആ പ്രാർത്ഥനകളും പ്രതീക്ഷകളും വെറുതെയായിരിക്കുകയാണ്. ആധുനിക തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഇന്ന് ഉച്ചയോടുകൂടി ഇപ്പോൾ മൃതദേഹം തിരിച്ചറിഞ്ഞത്. എന്നാൽ മകളുടേത് അപകട മരണമല്ലെന്നും കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകമാണെന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. അങ്ങനെ ഒരു വഴിത്തിരിവിലേക്ക് ഇപ്പോൾ ഈ ഒരു കേസ് പോവുകയാണ്. കുടുംബം അങ്ങനെ തങ്ങളുടെ മകളുടെ മരണം കൊലപാതകമാണ് എന്ന് ഉന്നയിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഈ യാത്രയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് അവരവിടെ എത്തിയതിനു ശേഷമോ എന്തെങ്കിലും ദുരൂഹമായി സംഭവിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെയായിരിക്കണം ആ കുടുംബം ഇത് അപകട മരണമല്ല, അതൊരു കൊലപാതകമാണ് തങ്ങളുടെ മകൾക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ ആ കുടുംബം ഇപ്പോൾ പ്രതികരിക്കുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് 5:20 വരെ കുടുംബങ്ങൾക്കൊപ്പം തന്നെ ആ കുട്ടി ഉണ്ടായിരുന്നു. ഏകദേശം നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ വീഡിയോയിൽ 40 അംഗങ്ങൾ അടങ്ങുന്ന ഒരു വലിയൊരു കൂട്ടായ്മയായിട്ടാണ് ഈ ഒരു സംഘം ഇവിടെ എത്തിയത്. അതിനുശേഷം 5:20 വരെ കുടുംബങ്ങൾക്കൊപ്പം വളരെ ചിരിച്ചുല്ലസിച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത ശ്രീനന്ദയെ 5:35 ആയപ്പോഴേക്കാണ് കാണാതാകുന്നതായിട്ട് ഇവരെല്ലാവരും അറിയുന്നതും ശ്രീനന്ദ എവിടെ പോയി എന്നുള്ള ഒരു തെരച്ചിൽ അവിടെ നടക്കുന്നതും. അതായത് വെറും 15 മിനിറ്റിനുള്ളിൽ ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു, ഈ സംഘത്തിൽ നിന്ന് കുട്ടി എങ്ങനെ വേർപെട്ടു പോയി, അല്ലെങ്കിൽ കുട്ടിയെ ആരെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിച്ചോ, മറ്റാരെങ്കിലും ഇവരെ പിന്തുടർന്നെത്തി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയോ എന്നുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ഈ കുടുംബം തന്നെ ഉന്നയിക്കുന്നത്. കാരണം വളരെ തിരക്കേറിയ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ആ ഒരു കേന്ദ്രത്തിൽ വെറും 15 മിനിറ്റ് കൊണ്ട് ഈ പെൺകുട്ടിക്ക് എന്ത് സംഭവിക്കാനാണ് എന്നതാണ് പോലീസിനെയും കുടുംബത്തെയും ഒരുപോലെ കുഴയ്ക്കുന്നത്. കാരണം ഈ 15 മിനിറ്റിനുള്ളിൽ ഈ കുട്ടി അബദ്ധത്തിൽ വീണതാണെങ്കിൽ കൂടി പോലും ഒരു കരച്ചിലോ നിലവിളിയോ ഒന്നും തന്നെ ആരും കേട്ടില്ല. തങ്ങളോടൊപ്പം ആ കുട്ടി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അവർ വിശ്വസിച്ച് മുൻപോട്ട് പോയത്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അപ്പോൾ കുട്ടി അപ്രത്യക്ഷമായത് യാദൃശ്ചികമല്ലെന്നാണ് കുടുംബം വിശ്വസിക്കുന്നത്. ഏതായാലും ഇപ്പോൾ 1500 അടി താഴ്ചയുള്ള കൊക്കയിലേക്കാണ് ശ്രീനന്ദ പതിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ കാൽ വഴുതി വീണാലും ഇത്രയും ആഴത്തിലേക്ക് ശരീരം പതിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് കുടുംബത്തിന്റെ വാദം. മാത്രമല്ല അവിടുത്തെ ഒരു പ്രകൃതി അങ്ങനെയാണ്, അതിൻ്റെ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ഇനി ആരെങ്കിലും മനഃപൂർവ്വം പിടിച്ചു തള്ളാതെ ശ്രീനന്ദ അത്രയും ആഴത്തിൽ എത്തില്ലെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. കൊലപാതക സാധ്യതയിലേക്കാണ് ഈ സംശയങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ കേസിൽ ഏറെ നിർണായകമാകും. പക്ഷേ 1500 അടി താഴ്ചയിൽ ഈ മൃതദേഹം കണ്ടെത്തിയതിനാൽ തന്നെ അത് മുകളിലേക്ക് എത്തിക്കാനുള്ളത് വളരെ ദുർഘടമായിട്ടുള്ള ഒരു മണിക്കൂറുകളാണ് ഇനി. കാരണം അത്രയും ആഴത്തിൽ നിന്ന് മൃതദേഹം മുകളിൽ എത്തിക്കാൻ വളരെ പരിചയസമ്പന്നരായിട്ടുള്ള പരിശീലനം ലഭിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അവരൊക്കെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. മൃതദേഹം മുകളിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ആ കുട്ടിയുടെ അമ്മ വളരെ ദുഃഖകരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ആ അമ്മ ഇന്ന് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്, എൻ്റെ കുട്ടിയെ ഡ്രഗ് കൊടുത്ത് മയക്കി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാകാം, അവൾ ഒരിക്കലും അവിടെ തനിയെ വീഴില്ല എന്നാണ് അമ്മയുടെ വാക്കുകൾ. ഈ വാക്കുകൾ നമ്മൾ ഏറെ ശ്രദ്ധയോടെ തന്നെ എടുക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ വളരെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ടിയിരിക്കുന്നു. ഹംപിയിൽ നിന്ന് കുടുംബം യാത്ര തുടങ്ങിയപ്പോൾ മുതൽ ആരെങ്കിലും ഇവരെ പിന്തുടർന്നിരുന്നു എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ലഹരി മാഫിയകൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന സംശയം കുടുംബം പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല ആ 15 മിനിറ്റ് കുട്ടിയെ കാണാതായിട്ടുള്ള 15 മിനിറ്റിനുള്ളിൽ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് അതീവ വേഗത്തിൽ 9ഓളം വാഹനങ്ങൾ പുറത്തേക്ക് പോയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്.
എത്തിയിട്ടുണ്ട്. ഈ വാഹനങ്ങളിൽ ഒന്നിൽ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയ ശേഷം കൊക്കയിലേക്ക് തള്ളിയതാണോ എന്നതാണ് പ്രധാന അന്വേഷണ വിഷയം. മാത്രമല്ല പോലീസ് നായ അടക്കം ആദ്യത്തെ 2 ദിവസം തെരച്ചിൽ നടക്കുമ്പോൾ കുടുംബങ്ങൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നില്ല. പിന്നീട് കർണാടക പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. പലതരത്തിലുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിലായിരുന്നു. ഡോഗ് സ്ക്വാഡിനെ അടക്കം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് അവിടെ സമീപത്തുണ്ടായിരുന്ന ഒരു കടയിലേക്ക് ഈ ഒരു നായ അവിടെ ചെന്നെത്തിയതും സംശയം ഉന്നയിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ ഈ നായ അവിടേക്ക് മണം പിടിച്ച് ചെന്നപ്പോൾ തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന അവരുടെ ഒരു ബന്ധു അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. അവർ ആ സമയത്ത് പോലീസിനോട് പറഞ്ഞതാണ് ആ കടക്കാരനെ ചോദ്യം ചെയ്യണം. കാരണം എന്തുകൊണ്ടാണ് ഈ പോലീസ് നായ മണം പിടിച്ച് അവിടെ എത്തിയത്? തീർച്ചയായിട്ടും ആ കടക്കാരനെ അവർ ഇതുവരെയായിട്ടും ചോദ്യം ചെയ്തില്ല എന്ന് ഒരു ബന്ധു തന്നെ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ആ കടയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ദുരൂഹമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ളത് കൂടി വെളിച്ചത്തേക്ക് വരേണ്ടിയിരിക്കുന്നു. മാത്രമല്ല 9 വാഹനങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് വളരെ വേഗത്തിൽ പോയി എന്ന് പറയുന്നുണ്ട്. അതിലും എന്തെങ്കിലും ദുരൂഹതകളുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ദൗത്യ സംഘത്തിനടക്കം ഈ 3-4 ദിവസം വളരെ വെല്ലുവിളിയായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ജീവനോടെ തന്നെ ശ്രീനന്ദയെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഈ ഒരു കുടുംബത്തിന്. വളരെ ചെങ്കുത്തായ ഈ കൊക്കയിലേക്ക് വടങ്ങൾ കെട്ടിയിറങ്ങാൻ പ്രത്യേക പരിശീലനം ലഭിച്ച 25 അംഗ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെയായിരുന്നു നിയോഗിച്ചിരുന്നത്. ഏതായാലും മൃതദേഹം മണിക്കൂറുകൾ വേണ്ടിവരും മുകളിലേക്ക് എത്തിക്കാൻ എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ കുട്ടിയുടെ താഴെ നിന്ന് എടുത്തിട്ടുള്ള മൃതദേഹത്തിന്റെ ഫോട്ടോസ് അടക്കം അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അമ്മ വളരെ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ നമ്മുടെ എല്ലാം തന്നെ ഹൃദയം നുറുങ്ങുന്നതാണ്. കാരണം ഒന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നത്. അമ്മയ്ക്ക് വാക്കുകളില്ല. ഒരമ്മയ്ക്കും ഈ സാഹചര്യത്തിൽ വാക്കുകൾ ഉണ്ടാകില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അത് മകൾ തന്നെയാണെന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം അവർ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിനിർണായകമാണ്. മാത്രമല്ല ഈ സംശയമുള്ള ആളുകളെയൊക്കെ തന്നെ ചോദ്യം ചെയ്യുന്നതും ഏറെ നിർണായകമാണ്. കുട്ടിയുടെ ശരീരത്തിൽ ലഹരി മരുന്നിന്റെ അംശമുണ്ടോ എന്നും വീഴ്ചയ്ക്ക് മുൻപ് ബലപ്രയോഗം നടന്നിട്ടുണ്ടോ എന്നും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാകും. മരണസമയം കൃത്യമായി അറിയുന്നതോടെ ആ 15 മിനിറ്റിലെ ദുരൂഹതകൾ അഴിക്കാൻ പോലീസിന് സാധിക്കും. മാണിക്യധാരയിലേക്കുള്ള പ്രവേശന കവാടങ്ങളിലും സമീപത്തെ റിസോർട്ടുകളിലുള്ള CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. വ്യൂ പോയിന്റിൽ ഉണ്ടായിരുന്ന മറ്റു സഞ്ചാരികളുടെ മൊഴികളും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഭവം അതീവ ഗൗരവമുള്ളതായതിനാൽ കേരള പോലീസിന്റെ പ്രത്യേക സംഘവും ചിക്കമംഗളൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മറനീക്കി പുറത്തു വരട്ടെ. അപകട മരണമാണോ അതോ ശ്രീനന്ദയെ ആരെങ്കിലും അപായപ്പെടുത്തി കൊലപ്പെടുത്തി അവിടെ കൊണ്ടുവന്നിട്ടതാണോ എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു.